വർഷത്തിന്റെ എന്റെ മക്കൾ എന്നെ കാണാൻ വന്നിട്ടില്ല. ഇന്നവർ എല്ലാം ഒന്നിച്ചു വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ പതിവില്ലാത്ത സന്തോഷം മുഖത്ത് കണ്ടത്. ഇപ്പോ തന്നെ ഒരുപാട് വൈകി. ഇനി വരാതിരിക്കുമോ? അവർക്കെല്ലാം നല്ല തിരക്കല്ലേ, എന്തായാലും എത്തും, എത്താതിരിക്കില്ല. ആ, വന്നാൽ മതിയായിരുന്നു. എന്റെ പേരക്കുട്ടികളെ കാണാൻ എനിക്ക് കൊതിയാകും. നോക്കിക്കേ, നമ്മുടെ പ്രാർത്ഥന സമയമായി. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടിരുന്നാലോ? അപ്പോഴേക്കും അവരെത്തും. ആ, നിന്റെ മോൻ വന്നു. പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? അതിന് ഞാൻ നിന്നോട് ചോദിച്ചില്ലല്ലോ. ഓഹോ, എന്നോട് പിണക്കമാണോ? നിന്നോട് പിണങ്ങാൻ ഞാനാരാ? നിങ്ങൾക്കല്ലേ എന്നോട് പിണക്കം. നമുക്കെന്നാ ഈ പ്രാർത്ഥന പൂർത്തിയാക്കിയിട്ട് സംസാരിച്ചാലോ? എന്റെ ചെല്ലക്കുട്ടി, ഓടി വന്നേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നല്ലേ, പ്രാർത്ഥനയൊക്കെ പിന്നെ ആവാം. നിങ്ങൾ നേരത്തെ എത്തിയോ? ഓ, ദാ ഇപ്പൊ എത്തിയുള്ളൂ. ആ 100 കോടിയുടെ ബിസിനസ് ട്രാൻസാക്ഷൻ ഇന്നായിരുന്നു, അതാ ഞാൻ ലേറ്റായത്. എനിക്കാണെങ്കിൽ ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ സർജറി ഉണ്ടായിരുന്നു, ഞാൻ അത് കഴിഞ്ഞിട്ടാ വരണേ. ഈ തിരക്കിനിടയിൽ എന്നെ കാണാൻ വരാൻ സമയം കിട്ടിയല്ലോ, അത് മതി. ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ. ഓ, അവൻ അവന്റെ ഇഷ്ടത്തിന് നടക്കുമല്ലേ. നമുക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം സംസാരിക്കാം. പ്രാർത്ഥനയോ? പാപ്പിച്ചാൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, പിന്നെയല്ലേ പള്ളിയിൽ പോകാൻ. എടാ, നിന്നോട് പ്രാർത്ഥനയുടെ കാര്യമാ പറഞ്ഞ, നീ എന്തൊക്കെ ഈ വിളിച്ചു പറയുന്നേ? പാപ്പി, നീ ഇങ്ങ് വന്നേ. നീ അടിച്ചിട്ടുണ്ടോ? ഞാനോ? ഓടാ. ആ പോടാന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി, നീ കഴിച്ചതിന്റെ കാറ്റ് ഇങ്ങ് അടിച്ച്. ഞാനോട് പറയണ്ടേ, മുട്ടായി വെച്ച് തരാമേ. എന്നാ നമുക്ക് പ്രാർത്ഥിച്ചാലോ? ചേട്ടാ, പിന്നെയും അശോ, കറണ്ട് പോയി. കറണ്ട് പോയല്ലോ. ഒരു ഇൻവെർട്ടർ ഒക്കെ സെറ്റ് ചെയ്തുകൂടെ? അത് മറ്റേതല്ലേ, ഈ ആൾക്കാരെ കാണുമ്പോൾ സംസാരിക്കാൻ മടിയുള്ളത്. അത് ഇൻട്രോ വെട്ടാണ്ടാ, നീ ഒന്ന് മിണ്ടാതിരുന്നേ. ഓ തമ്പ്ര. ആ, ലൈറ്റ് കൊണ്ട് ആളെത്തിയല്ലോ. നോക്കിക്ക്, ദാ ഇത്രയൊക്കെ നടക്കുമ്പോഴും അയാൾ പ്രാർത്ഥിക്കാൻ പോയിരിക്കുക. നിങ്ങൾ അവന്റെ നേരെ കടിച്ചു കീറാനൊന്നും പോകണ്ട. അവന്റെ പ്രാർത്ഥന സമയമാകുമ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവന് ശരിയാകില്ല. അവന്റെ മകളുടെ ഹൃദയത്തിന് എന്തോ പ്രശ്നമുണ്ട്. ഡോക്ടർമാരെല്ലാം കഴിയുന്നു. ഇനി അവന്റെ ഏക ആശ്രയം ദൈവം മാത്രമാണ്. അതാണോ പ്രശ്നം? അതിനിവിടെ ഞാനുണ്ടല്ലോ. കുട്ടിയുടെ ചികിത്സ ഇനി ഞാൻ നോക്കിക്കൊള്ളാം. എന്നേക്കാളും വലിയ ഡോക്ടർ ഇനി ഇവിടെ ആരുമില്ല. എന്നാൽ ചികിത്സയുടെ ചിലവ് എത്രയായാലും ഞാൻ നോക്കിക്കോളാം, എനിക്കതൊരു പ്രശ്നമേ അല്ല. അങ്ങനെയൊക്കെ ആയ കാര്യങ്ങൾ. എന്നാ പിടിച്ചു. എന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അവർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. അണ്ണാ, ഇത് പിടി. ദൈവമേ നന്ദി, അങ്ങ് ഈ എളിയവന്റെ പ്രാർത്ഥന കേട്ട് അടിയന് ഉത്തരം നൽകിയല്ലോ. തനിക്ക് ദൈവമല്ല, ഞങ്ങളാണ് ഉത്തരം നൽകിയത്. പിന്നല്ല, അങ്ങോട്ട് പറഞ്ഞോട് വച്ചമ്പി. ശരിയാണ്, നിങ്ങൾ തന്നെയാണ് എനിക്കെല്ലാം ചെയ്തു തരുന്നത്. പക്ഷേ എന്തു പക്ഷേ? ഒരു പക്ഷേയുമില്ല. ആദ്യം നിങ്ങൾ അവൻ പറയുന്നത് മുഴുവനായി കേൾക്ക്. ഞാനിന്ന് പ്രാർത്ഥിച്ച സമയത്ത് ദൈവം എന്നോട് ഇന്ന് ഈ രാത്രി നിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഞാൻ നൽകുമെന്നും അത് നീ അനുഭവിച്ചറിയുമെന്നും പറഞ്ഞു. അതെ, അത് ഞാനിന്ന് നിങ്ങളിലൂടെ അനുഭവിച്ചറിയും. ദൈവത്തിൻ്റെ കരം ആ നിങ്ങളിലൂടെ പ്രവർത്തിച്ചു. എൻ്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള ഡോക്ടറായി അങ്ങേയും അതിനാവശ്യമായ കാശുമായി അങ്ങും ബാക്കി കാര്യങ്ങൾക്കായി അങ്ങേയും ഒരുക്കിയല്ലോ. അത് ഫാക്ട്. കണ്ടു, പ്രാർത്ഥിച്ചാൽ ഫലമുണ്ട്, പ്രാർത്ഥിച്ചാൽ ഫലമേകും. ഞാൻ നിങ്ങളെ സൺഡേ സ്കൂളിലും യുവജന സഖ്യത്തിലും പള്ളിയുടെ പ്രവർത്തനങ്ങൾക്കും നിങ്ങളെ വിട്ടതുകൊണ്ടാണ് ദൈവം നിങ്ങളെ ഇത്രത്തോളം ഉയർത്തിയത്. അത് നിങ്ങൾ മറക്കരുത്. അത് ശരിയാ. ബാക്കിയുള്ളവർ ഞായറാഴ്ചയ്ക്ക് ട്യൂഷന് പോയപ്പോഴും നമ്മൾ പള്ളിയുടെ കാര്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം നൽകിയത്. അന്ന് ട്യൂഷനായ പലരും ഇന്ന് എൻ്റെ കമ്പനിയുടെ എംപ്ലോയീസാണ്.
ദൈവം അത്രത്തോളം എന്നെ ഉയർത്തി. അത് ശരിയാ. പണ്ട് ഈസ്റ്ററിന് ഉറങ്ങാതിരുന്ന് വാഹനം അലങ്കരിക്കുന്നതും ക്രിസ്മസിന് പള്ളി അലങ്കരിക്കുന്നതും പുൽക്കൂട് വയ്ക്കുന്നതും പള്ളിയിലെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ നെടുന്തൂണായിരുന്നു. അന്ന് നമ്മളെ കളിയാക്കിയവരുടെ മുമ്പിൽ ഇന്ന് നമ്മളെ ദൈവം ഇത്രത്തോളം വലുതാക്കി. ആ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ മറന്നുപോയി. അതാ ദൈവം വലിയവനെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾ നോക്കിക്കോളാം. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ദുർബലരാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ശക്തരാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ കൈകളാണ്. നീ രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ നീ യേശുവിന്റെ കൈയാണ്. നിനക്ക് പണമുണ്ട്, അത് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഉപയോഗിക്കുമ്പോൾ നീ യേശുവിന്റെ കൈയാണ്. നിന്റെ ബന്ധങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഒഴുകുമ്പോൾ നീ സത്യം മനസ്സിലാക്കുന്നു, നീ യേശുവിന്റെ കൈയാണ്. നമ്മുടെ കഴിവ്, കാഴ്ചപ്പാട്, നമ്മുടെ ആയുസ് എല്ലാം മറ്റുള്ളവർക്ക് സഹായഹസ്തമാകുമ്പോൾ ഞാനും നിങ്ങളും യേശുവിന്റെ കരമായി തീരും. ദൈവം അടിയന് വേണ്ടി ഒരുക്കിയ ദൈവത്തിന്റെ കരമായാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ആ ദൈവത്തെ ഞാൻ സ്തുതിക്കേണ്ടതല്ലയോ? എല്ലാവരും വന്നേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്തുതി പാടിടും എൻ്റെ യേശുനാഥ, എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു. ചിലപ്പോൾ അങ്ങനെയാണ്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പ്രാർത്ഥന എന്ന കവചത്തെ മുറുകെ പിടിച്ചാൽ നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രതിസന്ധികളും ഉണ്ടാകത്തില്ല.